الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل على من حل بالحرم محمد المصطفى المخصوص بالكرم مولاي صل على حبيبك خير الخلق كلهم ذنبي عظيم وأرجو منك مغفرة يا واسع العفو والغفران والكرم مولاي صل دائما أبدا على حبيبك خير الخلق كلهم وعلموا أمة سيدنا ومولانا محمد. ഏറ്റവും ആദരണീയരായ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട KPS പൂക്കോയ തങ്ങൾ അവറുകളെ, വന്യരായ മുത്തു തങ്ങളടക്കമുള്ള സാദാത്തുക്കളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥിനികളെ, സ്നേഹം നിറഞ്ഞ ഉമ്മ പെങ്ങന്മാരെ, സഹോദരങ്ങളെ, വളരെയേറെ പുണ്യമുള്ള മഹത്തായ ഒരു മജ്ലിസിലാണ് ഞാനും നിങ്ങളും സംഗമിച്ചിരിക്കുന്നത്. പവിത്രമായ ഒരു മാസം, അതും ദുആക്ക് ഇജാബത്തുള്ള പുണ്യമാക്കപ്പെട്ട രാവ്, ഒരു മഹാന്റെ ചാരത്ത്, അഹ്ലുബൈത്തിൻ്റെ ചാരത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള വളരെയേറെ പുണ്യമായ മജ്ലിസിലാണ് നമ്മൾ ഒത്തുകൂടിയത്. മാത്രമല്ല, ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയത്. അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ മഹത്തായ മജ്ലിസിനെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശ ലക്ഷ്യത്തെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ദീർഘമായി സംസാരിക്കുകയില്ല.
ഇൻഷാ അല്ലാ 9 മണിയാകുമ്പോഴേക്ക് നമുക്ക് പിരിയണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്, മുഹറം മാസം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാസങ്ങളുടെ കണക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ 12 എണ്ണമാണ്. മറ്റു മാസങ്ങളൊക്കെ 12 എണ്ണം തന്നെയാണ്. പക്ഷേ അള്ളാഹു വളരെ മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ആ പവിത്രമായ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ദുൽഖഅദ്, മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹറം മാസം, മറ്റൊന്ന് റജബാണ്. ഇത് മിൻഹാ അർബഅത്തുൻ ഹുറും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മാസങ്ങളുടെ എണ്ണം 12 എണ്ണം. ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ഈ 4 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്. മാസങ്ങളുടെ എണ്ണം 12. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രതയുള്ളത് ഒന്ന് ദുൽഖഅദ്, ഇനി മറക്കാൻ പാടില്ല, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ കുറെ പോണം റജബ്, അല്ലേ? ശഅബാനിന്റെയും ജമാദിന്റെയും ഇടയിലുള്ള മാസം, പരിശുദ്ധമായ റജബ് മാസം. ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. ഈ 4 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ കത്തിയെടുത്ത് കുത്തുക എന്നാണോ? പിന്നെയോ തെറ്റുകൾ ചെയ്യരുത് എന്നാണ്. തെറ്റുകൾ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് അക്രമം വരും. എവിടെ? പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് അക്രമത്തെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പവിത്രമായ മാസങ്ങളുടെ മാന്യതകൾ, അതിൻ്റെ ഹുറുമത്തുകൾ നാം പാലിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ പവിത്രമായ 4 മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഏത്? ശഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മുഹറം മാസം. ആ മുഹറം മാസത്തിന്റെ പവിത്രമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ ഉരുവിട്ടത്, പുണ്യനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയത്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയത്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയത് ഈ ഒരു മുബാറക്കായ മാസത്തിലെ ദുആക്ക് ഇജാബത്തുള്ള രാവിലാണ്. 5 രാവുകളിലെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 രാവിലെ ദുആക്ക് ഇജാബത്തുണ്ട്. അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ബാക്കിയുള്ളതോ 2 പെരുന്നാളിന്റെ രാവ്, ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്. നമ്മൾ ഇറച്ചിക്കും അതുപോലെ തന്നെ മറ്റുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഡ്രസ്സിനൊക്കെ വേണ്ടി പരക്കം പായുന്ന ഓട്ടം നടക്കുന്ന രാവുണ്ടല്ലോ, അത് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. മറ്റൊന്ന് ശഅബാൻ 15ന്റെ രാവാണ്. ബറാത്ത് രാവ്, ശഅബാൻ 15ന്റെ രാവ്. മറ്റൊന്ന്
മറ്റൊന്ന് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യ രാവാണ്. റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവ്. ഖംസത്തു ഔഖാത്തിൻ ലാ തുറദ്ദു ഫീഹിന്ന ദുആ. 5 സമയങ്ങളിലുള്ള പ്രാർത്ഥന അല്ലാഹു തള്ളുകയില്ല. 5 സമയങ്ങളാണ്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് 2 പെരുന്നാൾ രാവ്, മറ്റൊന്ന് ബറാഅത്ത് രാവ്, മറ്റൊന്ന് റജബിന്റെ ആദ്യ രാവ്. ഏതായിരുന്നാലും അതിൽപ്പെട്ട ഒന്നാമത്തെ രാവിൽ വളരെ മുബാറക്കായ മജ്ലിസിലാണ് നമ്മൾ ഒത്തുകൂടിയത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദുആകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിനെ കുറിച്ച് പറയാം. പരിശുദ്ധമായ മുഹറം മാസം, ഈ മാസത്തിന് 4 മാസങ്ങൾ പവിത്രതയുള്ള മാസമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ മാത്രം നൽകിയ പ്രത്യേകതയല്ല. ഈ മാസത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും ഇതിനെ ബഹുമാനിച്ചിരുന്നു. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തെറ്റുകളും കുറ്റകൃത്യങ്ങളും അനുസ്യൂതം അവരുടെ ജീവിതത്തിന്റെ ശൈലിയായി കൊണ്ട് നടന്നിരുന്ന കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാസങ്ങളോളം കലഹിക്കുക, അല്ലെങ്കിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുക, അതുപോലെ തന്നെ കള്ളിനും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിന്റെയും ഒക്കെ ഒരു ലോകം. അങ്ങനെയുള്ള ആ ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, അത്ര വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഈ പരിശുദ്ധമായ മുഹറം മാസം വരുമ്പോ അവർ അതിനെ ബഹുമാനിക്കും. യൗമുൻ കാന യൗമുൻ യസൂമുഹു അഹ്ലുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവരതിന് വലിയ ബഹുമാനമാണ്. പരിശുദ്ധമായ കഅബക്ക് അവർ കിസ്വ ധരിക്കുവാൻ വേണ്ടി ഈ പരിശുദ്ധമായ മാസത്തെയാണ് തെരഞ്ഞെടുക്കുന്നത്. മുഹറം മാസത്തെ അവർ തെരഞ്ഞെടുത്തിരുന്നു. അവർക്ക് വലിയ ബഹുമാനമായിരുന്നു. അപ്പൊ ഇത് ഇസ്ലാമിൽ വന്നതോടുകൂടെയല്ല, ഇസ്ലാമിന്റെ മുമ്പ് തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. പ്രാധാന്യവും മഹത്വവും ഉള്ളത് അള്ളാഹു നമുക്ക് എന്തിന് സംവിധാനിച്ചു തന്നു? അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഈ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 10ാമത്തെ സുദിനം ആശൂറാ ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്നു. മുഹറം 10ന്റെ അന്ന് സ്കൂളും മദ്രസൊക്കെ ഒഴിവാണ്, അല്ലേ? യൗമു ആശൂറാ, മുഹറം 10 വലിയ ആദരവുള്ള ദിവസമാണ്. ആ ദിവസത്തിലാണ് അള്ളാഹു ഭൂമി ലോകത്ത് വലിയ ഇടപെടലുകൾ നടത്തിയ ദിവസമാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ മുഹറം മാസം ഈ മാസങ്ങളുടെ തുടക്കത്തിൽ വരാൻ കാരണം എന്താണ് എന്ന്, അല്ലേ? എന്തുകൊണ്ട് റമദാൻ കൊണ്ടാണ് തുടങ്ങിക്കൂടായിരുന്നില്ല? എന്തുകൊണ്ട് റമദാൻ കൊണ്ട് തുടങ്ങിക്കൂടായിരുന്നില്ല? എന്തുകൊണ്ടാണ് മുഹറം കൊണ്ട് തുടങ്ങിയത്? മുഹറം എന്ന് പറയുന്ന മാസം കൊണ്ട് തുടങ്ങാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുഹറം കൊണ്ട് തുടങ്ങാൻ എന്തേ കാരണം? കാരണം മുഹറത്തിലാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം മാസത്തിലാണ്. മുഹറം 10ന്റെ അന്നാണ് അള്ളാഹു വെള്ളത്തെ സൃഷ്ടിച്ചത്. അള്ളാഹു ഈ ഭൂമി ലോകത്ത് എന്തുണ്ടോ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമി ലോകത്ത് അള്ളാഹു സംവിധാനിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. സൂര്യനെ ചന്ദ്രനെ ഒക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അർശിനെ കുർസിനെ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഭൂമി ലോകത്തേക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചത് മുഹറം മാസത്തിലാണ്. ഇങ്ങനെ സൃഷ്ടാവായ അള്ളാഹു ഈ ഭൂമി ലോകത്ത് ഇടപെടലുകൾ നടത്തിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസത്തിന്റെ വളരെയേറെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ഒന്ന്, പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് ഇത്
നജാത്തിന്റെ ദിവസമാണ്, നജാത്തിന്റെ മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. യൗമുൻ നജാത്ത് അല്ലെങ്കിൽ അയ്യാമുൻ നജാത്ത് എന്ന് പറയാം. മുഹറം മാസം എന്ന് പറയുന്നത് നജാത്തിന്റെ ദിവസം. നജാത്ത് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ദിവസങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്? മുഹറം മാസത്തിലെ രക്ഷയുടെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരെ കാലത്തും ബാത്തിലിന്റെ കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിന്റെ സന്ദേശവുമായി വരുമ്പോഴൊക്കെ അവിടെ ആര് വരാറുണ്ട്? ദൈവനിഷേധികളായ അസത്യത്തിന്റെ കക്ഷികൾ രംഗത്ത് വരാറുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തൗഹീദിന്റെ സന്ദേശവുമായി വന്നപ്പോ വിലങ്ങ് നിന്നതാരായിരുന്നു? ഫിർഔനായിരുന്നു, അല്ലേ? ഫിർഔൻ വലിയ അഹങ്കാരിയായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ഇസ്ലാമുമായി തൗഹീദുമായി രംഗത്ത് വന്നപ്പോ നമ്രൂദ് വലിയ സത്യനിഷേധിയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ പ്രവർത്തിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഫിർഔൻ പ്രവർത്തിച്ചു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിൽ അബൂജാഹിൽ വർക്ക് ചെയ്തു, അല്ലേ? അബൂജാഹിൽ വലിയ ശക്തമായ പ്രതിരോധവുമായി വന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യദീനുമായി വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചിരുന്നത് അബൂജാഹിലായിരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ അതിനെതിരായി വന്നത് യസീദായിരുന്നു. ഈ ഒരു സമ്പ്രദായം മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു വരെ, അല്ലെങ്കിൽ ദജ്ജാൽ വരുന്നതുവരെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കും. സത്യത്തിനെതിരെ ആളുകൾ ഉണ്ടായിരിക്കും. നന്മയെ സ്വീകരിക്കാൻ ആളുകൾ കുറവായിരിക്കും. ഏതൊരു നന്മയുമായി നമ്മൾ മുന്നോട്ട് വരുന്നുവോ അതിനെയൊക്കെ വിമർശിക്കുവാനും അതിനെയൊക്കെ ട്രോളുകൾ, അല്ലേ? പ്രത്യേകിച്ച് ഇന്നൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പരിശുദ്ധമായ ദീനിന്റെ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിനെ വലിയ രീതിയിൽ ട്രോളുകൾ കൊടുക്കുകയാണ്. പരിശുദ്ധ സ്വർഗമൊക്കെ പറയുമ്പോൾ സ്വർഗത്തിനെ ട്രോള, നരകത്തിനെ ട്രോള, ഇങ്ങനെ എല്ലാം ഒരു തമാശയാണ്. ലോകത്തെക്കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? സ്വർഗത്തെ പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ട്രോളുന്ന ക്ലിപ്പുകളിലെ മൊബൈൽ ഫോണുകളിലൊക്കെ സുലഭമാണ്. സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ എന്തു മനസ്സിലാക്കി സഹോദരങ്ങളെ? ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ വിശാലതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ വിശാലതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ഭൂമി എത്രത്തോളം വലുതാണ്. ഈ കാണുന്ന നമ്മുടെ ഈ കേരളവും അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളും ഒക്കെ കൂടുന്ന നമ്മുടെ വലിയ ഇന്ത്യ, അതുപോലെ എത്രയെത്ര രാഷ്ട്രങ്ങൾ, അമേരിക്കയും അതുപോലെ തന്നെ ജപ്പാനും ബ്രിട്ടനും ഒക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ വ്യാസത്തെക്കുറിച്ച്, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ കാണുന്ന ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുള്ളതാണ് ആകാശലോകത്ത് ഉദിച്ചുയരുന്ന സൂര്യൻ. ഈ കാണുന്ന ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ടെന്ന് ഖുർആൻ പറയുന്നതല്ല. ആധുനിക ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ വിശ്വകരന്മാരും ഒക്കെ പറയുന്ന സംസാരങ്ങളാണ്. ഈ കാണുന്ന ഭൂമിയുടെ 13 ലക്ഷം മടങ്ങുണ്ട് സൂര്യൻ. അതുപോലെ തന്നെ ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ ലൈറ്റുകളെ പോലെ ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അത് ആ സൂര്യനേക്കാളും വലുതാണ്. ഓരോ നക്ഷത്രങ്ങളും ആ സൂര്യനേക്കാളും വലുതാണ്. അത്രയും വലിപ്പമുള്ള സൂര്യനും ചന്ദ്രനും അതൊക്കെ എത്രയാ? ആകാശലോകത്ത് എത്രയാണതുള്ളത്? അതൊക്കെ ആ സൂര്യനേക്കാൾ എത്രയോ 10 മടങ്ങ്, 700 ഇരട്ടി 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ. ഓരോന്നിന്റെയും വ്യത്യാസമുണ്ട്, പക്ഷെ എല്ലാം മിക്കതും സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളൊക്കെ ഭൂമി ലോകത്ത്, ഈ പ്രപഞ്ച ലോകത്ത് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അതൊക്കെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുന്ന സംഗതികളാണ്. പക്ഷെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൊക്കെ ഈ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ആകാശ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയൊക്കെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പരസ്പരം കൂട്ടിമുട്ടലുകളില്ല. അതെല്ലാം വലിയ ഒരു വലിയ സംഭവം ഇങ്ങനെ കറങ്ങണത് ഇങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിങ്ങനെ സഞ്ചരിക്കുന്നത്, ഈ കാണുന്ന അതിന്റെ വിശാലത, ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, അതിനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ഇതൊക്കെ ആര് സൃഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ആര് സൃഷ്ടിച്ചു? ഇതൊക്കെ സ്വയം ഉണ്ടായതാ? ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനൊരു സ്വർഗം സൃഷ്ടിക്കാൻ എന്ത് വല്ല പണിയുണ്ട്? ഇതൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഖാലിഖായ അല്ലാഹുവിന് പ്രിയപ്പെട്ടവരെ ഒരു സ്വർഗം പടക്കാൻ എന്ത് പണിയാനുള്ളത്, എന്ത് പ്രയാസമുള്ളത്? എന്നിട്ട് സ്വർഗം പറയുമ്പോൾ അതിനെ കളിയാക്കാം. അത് എക്കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും. സ്വർഗത്തെ പറയുമ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കും. അത് ദജ്ജാല് വരുന്നതുവരെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സത്യത്തിനെതിരെ അസത്യത്തിന്റെ ആളുകൾ എപ്പോഴും ഉറഞ്ഞു തുള്ളിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ആശയങ്ങളും ആദർശങ്ങളും അവരുടെ ചിഹ്നങ്ങളും ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടി അസത്യത്തിന്റെ കക്ഷികൾ എപ്പോഴും രംഗത്തു വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കണം. പരിശുദ്ധമായ മുഹറം മാസം അതിന് പാഠമാണ്. യൗമുൻ നജാത്താണ്. ഇങ്ങനെ അസത്യത്തിന്റെ ആളുകളെയൊക്കെ അല്ലാഹു പാഠം പഠിപ്പിച്ച മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യദീനുമായി വന്നപ്പോ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി വന്നപ്പോ അതിന് വിലങ്ങി നിന്നവനായിരുന്നു ഫറോവ. അതിന് വലങ്ങി നിന്നവനായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹം എത്രത്തോളം വലിയ പോക്കിരിത്തരം കാട്ടിയ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. വലിയ വലിയ കിബർ. അവരോട് പറഞ്ഞു, മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല, ഞാനാണ് ഏറ്റവും വലിയ ഇലാഹ്. എന്നെ നശിപ്പിക്കാനോ എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മൂസ പറയുന്ന ദൈവത്തെ ഒന്നും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, ഞാനാണ് ഏറ്റവും വലിയ ആരാധ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഹങ്കരിച്ച വ്യക്തിയാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തു? അദ്ദേഹത്തെ മുക്കിക്കൊന്നിലെ അല്ലാഹു തആല. അതേതാ ദിവസം എന്നറിയോ? പരിശുദ്ധമായ മുഹറമിന്റെ ആശൂറാ ദിനത്തിലാണ് ഫറോവയെ അല്ലാഹു മുക്കിക്കൊന്നുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തിയത്. വഅൻതും തൻദുറൂൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വഅൻജൈനാകും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ വഅഹ്ലക്നാഹും, അവരെ നാം നശിപ്പിക്കുകയും ചെയ്തല്ലോ. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ, നിങ്ങൾ അവരിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ അവരെ നാം നശിപ്പിക്കുകയും ചെയ്തില്ലേ. ഇന്നാല നൻസുറു റുസുലനാ വല്ലദീന ആമനു, തീർച്ചയായും നാം നമ്മുടെ മുർസലുകളെ സഹായിക്കും, മുഅ്മിനീങ്ങളെയും സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ സഹായം അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. പരിശുദ്ധമായ മുഹറമിന്റെ കഥ ഏതാണ്? നജാത്തിന്റെ ദിവസമാണ്. അസത്യത്തിന്റെ ആളുകളെ അല്ലാഹു മുക്കിക്കൊന്നു. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വർഗീയതകളും കലാപങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ വർഗീയമായ കലാപങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നു. എല്ലാം നോട്ടമിട്ടിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനെയാണ്. നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാരണം ആത്യന്തികമായ വിജയം അത് മുഅ്മിനീങ്ങൾക്കാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് യൗമുൻ നജാത്താണ്, രക്ഷയുടെ ദിവസമാണ്.
രക്ഷയുടെ മാസമാണ്. യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹുവിന് തിരിച്ചു കിട്ടിയത്, ബഹുമാനപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടിയത് ഏത് ദിവസത്തിലാണ്? മുഹറം 10 അന്നാണ്. മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെട്ടത് പരിശുദ്ധമായ മുഹറം മാസത്തിനാണ്. ഇങ്ങനെ രക്ഷയുടെ എണ്ണങ്ങൾ എണ്ണുകയാണെങ്കിൽ ഒരുപാടെണ്ണം മുഹറം 10 ദിവസത്തിൽ സംഭവിച്ചത് എണ്ണുവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മുഹറം എന്ന് പറയുന്നത് രക്ഷയുടെ മാസമാണ്, രക്ഷയുടെ ദിവസമാണ് മുഹറം 10 അന്ന്. അതുകൊണ്ട് ആ ദിവസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ സങ്കടങ്ങളും ആവലാധികളും പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിവർത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നാം പ്രത്യേകം സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യൗമുൽ മഗ്ഫിറ, ഒന്ന് യൗമുൻ നജാത്ത്, മറ്റൊന്ന് യൗമുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപികളായ ഒരുപാട് അടിമകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്ത ദിവസമാണ്. അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബിയുടെ പ്രാർത്ഥന തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10 അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുപോലെ തന്നെ യൗമു തൗസിയ, മുഹറം 10 എന്ന് പറയുന്നത് നാം വിശാലത ചെയ്തു കൊടുക്കേണ്ട ദിവസമാണ്. മൻ വസ്സഅല ഇയാലിഹി യൗമ അശൂറാ വസ്സഅല്ലാഹു ലഹു സായിറ സനതിഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആ 10 അന്ന് തന്റെ കുടുംബങ്ങൾക്കൊക്കെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കുക. അന്ന് നമ്മുടെ വീട്ടിൽ കുട്ടികൾ കരയാൻ പാടില്ല, നമ്മുടെ ഭാര്യമാര് നമ്മളോട് ദേഷ്യപ്പെടാൻ പാടില്ല. എല്ലാവർക്കും ഹാപ്പി ആവണം, എല്ലാവർക്കും അന്ന് ഹാപ്പി ആവണം, സന്തോഷം ഉണ്ടാവണം. നല്ല കാര്യങ്ങളെ കൊണ്ടിട്ടോ, നല്ല കാര്യങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവണം. ചീത്തയായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? ബാൻഡുമുട്ടും മേളവും അതുപോലെ തന്നെ ശിങ്കാരി മേളമൊക്കെ, അതൊക്കെ ഒന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഹലാലാണെന്ന് മനസ്സിലാക്കിക്കുക, നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ വിവാഹം എത്ര നല്ല കാര്യമാണ്. വിവാഹം എന്ന് പറയുന്നത് അല്ലേ, വിവാഹം എത്ര മനോഹരമായ പുണ്യനബിയുടെ ഒരു ചര്യയാണ്. ആ വിവാഹത്തിന്റെ സദസ്സുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ എന്താണ് പ്രിയപ്പെട്ടവരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്തായ ഒരു ചര്യയാണ്. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ചൂട് കേൾക്കൂല, ചെവി കേൾക്കൂല, പാട്ടും മുട്ടും അങ്ങട്ട് എന്താന്നാ പറയാ അതിനെ കുറിച്ച്. നമ്മുടെ കുടുംബങ്ങളൊക്കെ വരൂല അവിടെ കല്യാണം ആവുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളൊക്കെ വരും. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ വരും അവിടെ, നമ്മുടെ സ്നേഹിതന്മാര് വരും, സുഹൃത്തുക്കൾ വരും. ഒരു സലാം പറഞ്ഞാൽ കേൾക്കൂല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേത്. പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ട്, എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ചോദിക്കണ്ടേ? എന്തൊക്കെയാണ് വല്ലിപ്പാന്റെ വർത്താനം, എന്തൊക്കെയാണ്, നിങ്ങൾ എല്ലാവരും പോന്നിട്ടില്ലേ, എന്തേ വല്ലിപ്പ എവിടെ? ഇതൊന്നും ചോദിക്കാൻ കഴിയണില്ല. അങ്ങോട്ട് ഹറാമായ രൂപത്തിലുള്ള മ്യൂസിക്കുകളെ കൊണ്ട് അങ്ങോട്ട് ആണും പെണ്ണും ഇടകലർന്ന് ചാടി കളിച്ച് ഈ വിവാഹത്തെ മലീമസമാക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കൗമിനിത് അറിയാത്തോണ്ടൊന്നല്ല, ഇത് ഹറാമാണെന്നൊക്കെ അറിയാം അല്ലേ? അല്ലെങ്കിൽ അത് പള്ളിയിലും ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ നിക്കാഹ് ഉണ്ടാക്കണ്ടല്ലോ. ആ പള്ളിയിൽ നടക്കുന്ന നിക്കാഹിന് അവിടെ അങ്ങനെ ഒരു പാട്ടും ഡാൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് ഹറാമാണ്, പാടില്ലാത്തതെന്നൊക്കെ കൗമിന് അറിയാം. പക്ഷെ എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്വർഗവും നരകവും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ഇതൊന്നും എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തോർക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുറേയായി അവർ തമ്മിലിപ്പോൾ പടക്കത്തിലാണ്, അവരൊരു സുഖമില്ല, അല്ലെങ്കിൽ കുട്ടികളില്ല. അള്ളാഹുവിന്റെ പരീക്ഷണാണത്. നിക്കാഹ് എന്ന് പറയുന്നത് പുണ്യ നബിയുടെ സുന്നത്താണ്. ആ മഹത്തായ സുദിനത്തിൽ, ആ മഹത്തായ കർമ്മത്തിന്റെ പേരിൽ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അതിന് നമ്മൾ സാക്ഷികളാണ് അല്ലെ? എത്ര ആലിമ്യങ്ങളും നമ്മളൊക്കെ കുടുങ്ങിയിട്ട് കല്യാണത്തിന് പോകുന്നത്. അത് പോവല്ലാതെ നിർവാഹമില്ല. എന്താ ചെയ്യാ? അല്ലെങ്കിൽ നമ്മളെ പള്ളിക്കൊന്ന് പുറത്താക്കും. ഓ മൂപ്പർക്ക് ഇപ്പോൾ പാട്ടേക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊക്കെയാണ് അവസ്ഥ. എത്ര ആലിമ്യങ്ങൾ ആ കല്യാണത്തിന് അവരൊക്കെ ക്ഷണിക്കും. എന്നിട്ട് ഇവരിങ്ങനെ വലിയ പാട്ടും ബൈത്തും മുട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് ആകെ മജ്ലിസിനെ കൊളാക്കും. ഒരാൾ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ഷണിക്കപ്പെട്ട വ്യക്തിക്ക് അവിടെ വരാനുള്ള സാഹചര്യം ഒരുക്കൽ ആരുടെ ബാധ്യതയാണ്? ജൻഷാല ബാധ്യതയല്ലേ അത്? ഒരു ഉസ്താദ് വരികയാണ്, പള്ളിക്കത്തൊരു ഉസ്താദ് വരികയാണ്. ആ ഉസ്താദ് വരുമ്പോഴെങ്കിലും ആ പാട്ടൊന്ന് ഓഫാക്കിക്കൂടെ?
മിനിമം ആ പടപ്പാളെ പേടിയില്ലെങ്കിലും അല്ലേ, അള്ളാനെ പേടിയില്ലെങ്കിലും പടപ്പാളെങ്കിലും ഒന്ന് പേടിച്ചിട്ട് പള്ളിക്കത്തെ മൂല മുപ്പരെ വെള്ളിയാഴ്ചെങ്കിലും ചിലപ്പോൾ പള്ളിക്കെന്ന് പറയും എന്നൊരു ഭയത്തോടു കൂടെയെങ്കിലും അതൊന്ന് ഓഫാക്കണ്ടേ? അതില്ല. ഒരു സലാം പറയാൻ കോലില്ല, വൈത്തും പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് സദസ്സുകളൊക്കെ ആകെ മലീമസമാക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ ഞാൻ സൂചിപ്പിക്കുകയാണ്, വിവാഹം എന്ന് പറയുന്നത് മഹത്തായ കർമ്മമാണ്. ആ കർമ്മത്തെ നമ്മൾ ഇത്തരം അനിസ്ലാമികമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ആണും പെണ്ണൊക്കെ പുതിയെണ്ണൊക്കെ വരുമ്പോൾ പുതിയാപ്പിളയുടെ ചെറുക്കന്മാരും അതുപോലെ തന്നെ പുതിയെണ്ണിൻ്റെ ചങ്ങായിച്ചിമാരും എല്ലാവരും കൂടി ചാടി ഇങ്ങനെ ചാടി കളിക്കുന്ന ഇതെങ്ങനെ നിങ്ങൾ കാണും? ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് മീഡിയയിലാണ്, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഇതൊക്കെ തനിച്ച ഹറാമുകളല്ലേ പ്രിയപ്പെട്ടവരെ? ഇതിനൊക്കെ നമ്മൾ ലാഘവത്തോടു കൂടെ കാണാൻ പറ്റുമോ? ഗൗരവമുള്ള വിഷയമല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് സന്തോഷം, കുടുംബത്തിന് സന്തോഷം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളെ കൊണ്ട് മുഹറം 10 അന്ന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, പെണ്ണുങ്ങൾക്കൊക്കെ നല്ലൊരു മാക്സി വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ പർദ്ദ ഇടുന്നവരാണെങ്കിൽ നല്ലൊരു പർദ്ദ വാങ്ങിക്കൊടുക്കുക. അന്ന് നല്ലൊരു കുഴിമന്തിയോ അല്ലെങ്കിൽ ഷവായോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളൊക്കെ ഹാപ്പി ആക്കണം. കുട്ടികളൊന്നും അന്ന് എന്ത് ചെയ്യരുത്, കരയരുത്. അപ്പം ഒന്ന് നോമ്പ് വെൽക്കണ്ടല്ലേ? ഷവായൊക്കെ തിന്നുങ്ങാണ്ട് ഇങ്ങനെ പുട്ടടിച്ച് നടക്കുക. നോമ്പ് തുറക്കുമ്പോൾ ചെയ്താൽ മതി അല്ലേ? നോമ്പ് തുറക്കുമ്പോൾ ചെയ്യാം. ആ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാവരുത്, സങ്കടങ്ങൾ ഉണ്ടാവരുത്, കുട്ടികളൊന്നും ടെൻഷൻ അടിക്കരുത്, കുട്ടികളൊന്നും തല്ലരുത്. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഒരു തൗസിയത്ത് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ മുട്ടായി അങ്ങനെയൊക്കെ ഒരു 30 ഉറുപ്പ്യ കൊടുത്താൽ വളരെ സന്തോഷക്കാരം. അങ്ങനെ അവരെപ്പോഴും ഹാപ്പിയാക്കുക, അവരൊക്കെ സന്തോഷിപ്പിക്കുക. ഇത് വളരെ മുജറബാണെന്ന് മഹാന്മാർ പറഞ്ഞു. സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ള മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് മുജറബാണ്. ഞാൻ പരിശോധിച്ച് എനിക്കതിൻ്റെ ഫലം ഉറപ്പായതാണ്. അങ്ങനെ വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനിക്ക് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറം 10 എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ കണക്ക് പ്രകാരം അടുത്ത തിങ്കളാഴ്ചയാണ് അല്ലേ? ചില ആളുകൾ ഞായറാഴ്ച ആഘോഷിക്കുന്നുണ്ട്, ആ ഞായറാഴ്ചയും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഞായറാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും ഒക്കെ അവരവരുടെ അതിൻ്റെ പിന്നാലെ കൂടി നമ്മൾ കച്ചറുണ്ടാക്കാനൊന്നും പോകണ്ട അല്ലേ? ഓരോ ആളുകളും മാസം കാണുന്നതിനനുസരിച്ചാണ് അവരെ വിശ്വാസമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആരെയാണോ അംഗീകരിക്കാൻ കഴിയുന്നതെങ്കിൽ അവരെ നമുക്ക് അംഗീകരിക്കാം. ഏതായിരുന്നാലും മുഹറം 10 അടുത്ത തിങ്കളാഴ്ചയാണ്. അതിൻ്റെ രാവിൽ, മുഹറം 10ന്റെ രാവിൽ ഒരുപാട് ദുആക്ക് ഇജാബത്തുള്ള മഹത്തായ സദസ്സാണ്. ആ സദസ്സുകളിൽ മഹത്തായ രാവാണ്, ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. ആ രാവിൽ നമ്മൾ നമ്മുടെ സംഘടനകൾ, ഞാൻ നേരത്തെ പറഞ്ഞു യൗമുൻ നജാത്ത്, ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഇപ്പോൾ ഇവിടെ ലിസ്റ്റിൽ വായിച്ചു, നമ്മൾക്ക് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കുഷ്ഠരോഗം പോലെയുള്ള, വെള്ളപ്പാണ്ട് പോലെയുള്ള, അതുപോലെ തന്നെ വയറ് സംബന്ധമായ, അതുപോലെ തന്നെ ഉദര സംബന്ധമായ, കാല് സംബന്ധമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരുടെയൊക്കെ ശമനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ദിക്ർ ചൊല്ലി ദുആ ചെയ്യണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കലിമത്തു അഖി കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു കലിമത്തുണ്ട്, എൻ്റെ അടുക്കൽ ഒരു കലിമത്തുണ്ട്. ലാ യഖൂലുഹാ മക്റൂബ്, ലാ യഖൂലുഹാ മക്റൂബുൻ ഇല്ലാ ഫറജല്ലാഹു അൻ. ലാ യഖൂലുഹാ മക്റൂബുൻ, ഒരു വിഷമത്തിൽ അകപ്പെട്ട ഒരാൾ ആ വാക്യത്തെ ഉച്ചരിക്കുകയില്ല. ഇല്ലാ ഫറജല്ലാഹു അൻ, അള്ളാഹു അവനെ തൊട്ട് അവൻ്റെ ആ വിഷമം നീക്കിക്കൊടുത്തിട്ടല്ലാതെ. അങ്ങനത്തെ ഒരു വാക്ക് എൻ്റെ അടുക്കലുണ്ട്, ഒരു കലിമത്ത് എൻ്റെ അടുക്കലുണ്ട്. അത് എൻ്റെ കലിമത്തു അഖീ യൂനുസ്, എൻ്റെ സഹോദരൻ യൂനുസിന്റെ വാക്കാണത്. ഏതാ യൂനുസ്? യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ ദിക്റാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ദുആ ധാരാളമായി ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക.
പ്രത്യേകിച്ച് മുഹറം 10 രാവിൽ അള്ളാഹുവിനോട് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ധാരാളമായി ദുആ ചെയ്യുക. അന്ന് തഹജ്ജുദിന് എഴുന്നേൽക്കുക. സുബഹിയുടെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് വുളൂ ചെയ്തിട്ട് 2 റക്അത്തോ നമ്മളെ കൊണ്ട് ആവുന്നത്ര നിസ്കരിച്ച് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് അതുപോലെ തന്നെ സ്വല്പം ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക. യൗമുൻ നജാത്താണ്, രക്ഷയാണ്, രക്ഷയുടെ മാസമാണ് പരിശുദ്ധമായ മുഹറം. അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായ മാസമാണ് പരിശുദ്ധമായ മുഹറം. അതുപോലെ തന്നെ മഗ്ഫിറത്തിൻ്റെ ദിവസമാണ്. അതോടൊപ്പം തന്നെ തൗസിയത്തിൻ്റെ ദിവസം കൂടിയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നജാത്തിൻ്റെ ദിവസമായിട്ട് നമ്മൾ ഈ മുഹറത്തിനെ കാണണം. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ തൗബാനെ സ്വീകരിക്കുന്ന ദിവസമായിട്ട് കാണണം. മറ്റൊന്ന്, കുടുംബത്തിന് വിശാലത ചെയ്ത് കൊടുത്തുകൊണ്ട് കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സ്വാലിഹായ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുവാനും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.